ഹലോ, അപ്പോൾ ഇന്ന് ഞാനൊരു വലിയൊരു മല കയറാൻ പോകട്ടോ. ഈ മല എവിടെ സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. മലപ്പുറം ജില്ലയിൽ പറപ്പൂർ ചെറിയ പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ചെറിയ പറമ്പിൽ നിന്ന് മുണ്ടക്കൽ റോഡിലേക്ക് അങ്ങ് പോയിട്ട് ആ കയറ്റം ഇങ്ങനെ കയറുമ്പം വലതു ഭാഗത്തേക്ക് റോഡ് കാണാം. ആ വലതു ഭാഗത്തേക്കുള്ള റോഡ് കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇടതു ഭാഗത്തേക്ക് അങ്ങോട്ട് പോയാൽ നേരെ ഈ മലൻ്റെ മുകളിലേക്ക് എത്തും. നമുക്കൊന്ന് പോയി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, RB ബ്ലോഗർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അഡ്വഞ്ചർ വിഷയമാണ് നിങ്ങളെ കാണിക്കണേ. അതായത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ചൊന്ന് റിസ്ക് എടുത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്ന് എല്ലാ ഏരിയയും കാണാം. ഒരു അടിപൊളി പ്ലേസാണ്. പക്ഷേ ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിലുള്ള ഈ സ്ഥലങ്ങളൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മേപ്പറ്റ മലനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു അപാര മല തന്നെയാണിത്. ഇതിലൊരു ഗുഹ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളത് നിങ്ങളെ കാണിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. ഓക്കെ, നമ്മൾ പോയി നോക്കാം. അപ്പം നമ്മൾ ഏകദേശം ഈ മലയുടെ ഒരു പകുതിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു അടിപൊളി സ്ഥലത്ത് തന്നെ, നല്ലൊരു പ്ലേസ് കേട്ടോ. അപ്പോൾ സംഗതിയിൽ ഇവിടെ കുറേ കാണാനുണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് മോൾക്ക് പോയി വെക്കാം. അത്യാവശ്യം വലിയ കയറ്റം തന്നെ. സംഗതിയിലുള്ള പറയാലോ, കുറച്ച് നിങ്ങൾ കുഴങ്ങി കേട്ടോ. പായസം എങ്ങനെയുണ്ട്? കുഴങ്ങിയോ? കുറച്ച് തന്നെയാണ്. എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിനകത്തൊന്നും പോകാല്ല, കുറച്ച് പോകാനുള്ളൂ. ഏതായാലും ഞങ്ങൾ പോയി നോക്കാം മുകളിൽ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് തോന്നുന്നത്. ഇതിന് മുകളിലൊന്നും കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ ഏതായാലും നോക്കുക. ഞങ്ങൾ മുകളിൽ നിങ്ങൾ കയറി ഇങ്ങനെ പോയി നോക്കുന്നുണ്ട്. എന്തോ ഒരു മരം തന്നെയാണ് ഇത്. എന്തോ ഒരു കൃഷിയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഈ മരത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ഇതിൽ വരാനുള്ള വഴിയൊക്കെ ഉണ്ട്, പക്ഷേ 4 വീലേ വരുള്ളൂ. സാധാ വണ്ടികൾ ഇതിൽ പോരില്ല. റോഡ് ഉണ്ടാക്കി തന്നെ പോരണം. നമ്മളിതിൻ്റെ ഹാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പായ സ്ഥലം. സംഗതി ഒരു അടിപൊളി സ്ഥലമാണ്. ഏതായാലും നോക്കുക എന്താ എങ്ങനെയൊക്കെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാ ഭാഗവും പ്രത്യേകത എന്താ വെച്ചാൽ നോക്കിക്കോട്ടോ. ഇതിലിങ്ങനെ നോക്കിയാൽ എല്ലാ ഭാഗവും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം. അടിപൊളി സ്ഥലമാണ്. ഇവിടെ വരേണ്ട ശരിക്കും രാവിലെ വരണം. ക്ലൈമറ്റ് ആസ്വദിക്കാനാണെങ്കിൽ രാവിലെ വരണം. അപ്പോൾ ഇവിടുത്തെ കോടയും മറ്റുള്ള എല്ലാ സംഗതികളും അങ്ങനെ കാണാം. എല്ലാ ഏരിയയും കാണാം. ഉണ്ടോ? എന്തെങ്കിലും സംഗതി അടിപൊളി സ്ഥലം. അവിടെ ഇങ്ങനെ വന്ന് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ വന്നിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇത് കണ്ടങ്ങൾ, ഈ കുന്നിൻ്റെ ഏറ്റവും ടോപ്പായ ഒരു സ്ഥലമാണിത്. അവിടെയും കണ്ടില്ല നിങ്ങൾ, അടിപൊളി നല്ല വെള്ളം. വായിസ് അത് വീക്ഷിക്കുകയാണ് എന്താ സംഭവം എന്നുള്ളത്. വെള്ളം തന്നെയല്ലേ വായിസേ? അടിപൊളി വെള്ളം അല്ലേ? ഏതൊരു സംഗതിയും ഓപ്പറേഷൻ ചെയ്യാൻ വായിസ് എടുക്കാനാ. അപ്പോൾ എന്നാൽ പോയി വെക്കാം. അടുത്ത സ്ഥലം ഇവിടെ ഒന്ന് പോയി വെക്കാം. ഇതിന് ചുറ്റുഭാഗം നല്ല സ്ഥലം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊരു ഔഷധമാണ്. ഇതൊക്കെ കൃഷി ചെയ്തതാണ് ഇവിടെ. അപ്പോൾ ഇതൊന്നും നശിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ കാണുന്ന സ്ഥലമാണ് നമ്മളെ മുറിഞ്ഞമാട് കേട്ടോ. മുറിഞ്ഞമാട് ആണെങ്കിൽ പോയാണ് പോകുന്നതാണ്ടോ, ഇങ്ങനെ പോകണണ്ടില്ലേ. ഇതാണ് മുറിഞ്ഞമാട് കേട്ടോ. ചാലിയാർ പുഴ. അടിപൊളി ഒരു സ്ഥലമാണ് സംഭവം. നേരെ തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് മുറിഞ്ഞാട് ആ വ്യൂ പോയിൻ്റ്. ഇവിടെ സ്കൂളുകളുണ്ട്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് എടവണ്ണപ്പാറ ടൗൺ ഇതാ. അതിനപ്പുറത്ത് മാവൂർ ടൗണ്. അതങ്ങനെ പോകും, കോഴിക്കോട് ഭാഗം. എങ്ങനെയുണ്ട് ടൗൺ? എങ്ങനെയുണ്ട് അടിക്കണി? അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ കാട്ടിൽ ഈ നെല്ലിക്ക എന്ന് പറഞ്ഞാലോ, ഇത് നെല്ലിക്കൻ്റെ മരം. കണ്ടിട്ട് നിങ്ങൾ അടിപൊളി നെല്ലിക്കൻ്റെ ഒരു മരം. ഇതിന്മേൽ കായ്കളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇവിടെ വരുന്നവരെന്ത് ശ്രദ്ധിക്കണം, ഇതൊന്നും പറിച്ച് നശിപ്പിക്കരുത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ
പ്രകൃതിയെ സംരക്ഷിച്ച് കൊണ്ടെടുക്കൽ നമ്മളെല്ലാവരും എന്താ വെച്ചാൽ ഇവിടെ താഴേക്ക് ക്യാമറ ഉണ്ട്. നമുക്ക് താഴോട്ട് ഇങ്ങനെ പോയി നോക്കല്ലേ. താഴോട്ട് പോയിട്ട് നമുക്ക് വേറൊരു സ്ഥലം കാണേണ്ടിയുണ്ട്. നമ്മളെ ഒരു അറിയപ്പെട്ടൊരു ഗുഹ ഉണ്ട്. ആ ഗുഹ എവിടെയാണെന്നുള്ളത് നമുക്ക് തപ്പിപ്പിടിക്കണം. ആ പോയിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പം ഏതായാലും അതിനിടയ്ക്ക് ഞങ്ങൾക്ക് വേറൊരു തോട്ടം കാണിച്ചു തരാം. ഏതായാലും തോട്ടം അറിയോ? ഇതാണ് എണ്ണപ്പന എന്ന് പറയും. ഈ ഒരു മരത്തിൻ്റെ ശരിക്കുള്ള പേര് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് അറിയുന്നവർക്കൊന്ന് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് എണ്ണപ്പന. ഇത് ഇവിടെ കൃഷിയാണ്. ഇത് അത്യാവശ്യം തൈകളുണ്ട് ഇവിടെ. നല്ല രസമുണ്ട്. നിങ്ങൾ കാരക്കൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും കാരക്കയാണ് എന്ന് തോന്നും. അതേപോലെ തന്നെ അതൊരു മാറ്റവും ഇല്ല. പക്ഷേ ഇത് കാരക്കയല്ല, ഇതിൻ്റെ എണ്ണപ്പനയുടെ ഒരു തോട്ടമാണ്. അപ്പം ആ തോട്ടം ഇവിടെ ഒരുപാട് തൈകളുണ്ട് ഇട്ടത്. ഇതിന് മുകൾക്കൊക്കെ അത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു സംഭവം തന്നെയാണത്. അതിൻ്റെ മുകളിൽ നിന്നായിട്ട് നമ്മൾ വന്നേ. എന്താ ഈ റോഡിലൂടെ ഇങ്ങനെ കയറി പോയിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് വന്നത്. അതിൻ്റെ മുകളിൽ നിന്ന് വന്നാണ്ട് ഞങ്ങൾ ഈ സ്ഥലങ്ങൾ മൊത്തം അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാം. നമുക്ക് അടുത്ത് പോകണം. അങ്ങോട്ടാ പോകുന്നത്. ആ സ്ഥലത്തോ? എന്നാലും വേണ്ടില്ല, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇവിടുന്ന് അമ്മ ഇത് വലിയ കട്ടിങ് ആണല്ലോ. അപ്പം കണ്ടില്ല, നിങ്ങൾ തെരഞ്ഞ് നടക്കുകയാണ്. ഒരു ഗുഹ ഇതിനകത്ത് ഇവിടെ എവിടെയോ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കേട്ടറിവാണ്, കണ്ടറിവല്ല. പക്ഷെ അത് തിരഞ്ഞ് നടക്കുക. എൻ്റെ പ്രേക്ഷകർക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ല, നിങ്ങൾ ആ കട്ടിങ്ങൊക്കെ ചാടി അതേപോലെ പിന്നെ ഇതിലൂടെയൊക്കെ പോയിട്ട് ഇവിടെ ഒക്കെ സെർച്ച് ചെയ്യുകയാണ് ഞാൻ. എൻ്റെ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് ഏത് ഭാഗത്താണ് ആ ഗുഹ എന്നുള്ളത്. ആ ഗുഹ ഒരു ചരിത്ര ഗുഹ തന്നെയാണ്. ഏതായാലും നമുക്ക് പോയി നോക്കാം, റിസ്ക് എടുക്കുക. ഞാൻ റിസ്ക് എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിലയേറിയ ഒരു സന്തോഷം എനിക്കുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ഈ ഗുഹൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് കേട്ടിട്ടുള്ളൊരു അറിവേ ഉള്ളൂ. ഒരു നീലാണ്ടനി എന്ന് പറയുന്ന ഒരാൾ പശുവിനെയും കൊണ്ട് മേയ്ക്കാൻ വേണ്ടി വന്ന സമയത്ത് ഈ ഗുഹക്കുള്ളിൽ അങ്ങ് ചാടി. ഇവിടെയാണ് ആ ഗുഹ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ചാടിയതിന് ശേഷം പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെയാണ് ഈ ഗുഹക്ക് നീലാണ്ടൻ ഗുഹ എന്ന് പറയാനുള്ളൊരു കാരണം. പക്ഷേ ഈ ഗുഹ ഇപ്പം കാണാൻ കഴിയുന്നില്ല കേട്ടോ. ഇത് ഫുള്ള് മണ്ണൊക്കെ വന്ന് അടഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇത് ചീക്കോട് സ്കൂളെന്ന് പറഞ്ഞേ. അത് ചീക്കോടായിരിക്കും. അതിന് നേരെ തൊട്ടപ്പുറത്തുള്ളതും മേലാപ്പറമ്പ് ക്യൂറമ്പ് GVHSS സ്കൂളായിരിക്കും അത്. ആ കാണുന്നതാണ് അരീക്കോട് ITI ട്ടോ. അപ്പം എല്ലാ ഏരിയയും ഈ ഭാഗത്ത് നിന്ന് നോക്കി നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പോണത് എന്താ അറിയോ, ഇതിൽ നമ്മൾ ആ ഗുഹ തിരഞ്ഞിങ്ങനെ വന്നതിനോടാണ് ഇതിലൊക്കെ വരുന്നത്. നല്ല വഴി മുകളിലൂടെ ഉണ്ട് കേട്ടോ. അടിപൊളി വഴി അവിടെ വേറെ ഉണ്ട്. അങ്ങോട്ടോ നിന്നാ പണി പാടും. ഇതിലെങ്ങോട്ടാണ്, ഇതിലെങ്ങനെ വന്നതാ ഇവിടെ കിടത്തി നോക്കുമ്പോൾ പണി പാളി. ഇനി ചാടിനാട്ടിലും വലിയൊരു കട്ടിങ് അഞ്ഞി ചാടാനുള്ളത്. പക്ഷെ ചാടിയാൽ ഒരു പ്രതീക്ഷ മനസ്സിലുണ്ട്. ഇത് നല്ലൊരു വഴിയാണ്, ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊക്കെ പ്രാർത്ഥന നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ തന്നെ ഞാൻ പോണത്. അതാ ചാടുകയാണേ. അടുക്ക്. ചാടിക്കോ. ക്യാമറമാൻ അതാ ഫസ്റ്റ് തന്നെ ചാടണേ. അയ്യോ ആയിട്ടുണ്ടോ? ഉണ്ടോ? അപ്പോൾ അടച്ചാണ് ചാടിയന്നെ പുലിമടന് മുന്നിക്ക. ഞാൻ ചാടണോ? അനിക്കടെ താരത്തുനിന്നൊരു വെടിയുണ്ട്. അടച്ചോനെ നോക്ക്. ചാടന്നെ കൂടുതലാണ്. അതെ, നിങ്ങൾ ഇറങ്ങുക. അത്രേ ഉള്ളൂ കാര്യം. ഇത് ഫുള്ള് കാടാണ്. ഇപ്പോൾ കല്ല് ഇട്ടിട്ട് അടഞ്ഞിട്ടുണ്ട്. ഇതായിരിക്കാനാണ് സാധ്യത എന്ന് വിചാരിക്കുക. ശരിക്കും പെട്ട് കാരണം ശരിക്കും പെട്ടണ്. പിന്നെ ഉണ്ടല്ലോ ഈ പെട്ടോടത്തുനിന്ന് കഴിച്ചിലാണിത്. ആ കഴിച്ചിലാല. ഉണ്ടെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പം സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള ഓരോ പ്രവർത്തികളാണ്. മുന്നിലെ പുല്ല് മാറ്റണം. ഓന് കിട്ടിയ ഒരു സംവിധാനമാണിത്. ഏതായാലും
ഇപ്പം കഴിച്ചില്ല അതിന് നമ്മൾ റോട്ടുമ്പിലേക്ക് ഇപ്പോൾ ചെറിയൊരു വെളിച്ചമുള്ള സ്ഥലത്തേക്ക് എത്തിനെ. ഇവിടെ നോക്കിയാളി നമ്മൾ വന്ന സ്ഥലം കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. റോഡ് കണ്ടോ, അതാണ് റോഡ് എന്നുള്ളൊരു പ്രതീക്ഷയിലാട്ടോ പോണത്. കണ്ടോ അതിലും വലിയ ഒരു ഏതായാലും രക്ഷപ്പെട്ടു, നമ്മൾ വഴിയിലേക്ക് എത്തി കണ്ടോ. അയ്യോ ഞങ്ങൾ പോയത് ഇതിലേട്ടോ, പക്ഷെ ഞങ്ങൾ വന്നത് ഇതിലെയും. അപ്പം അതാ അപ്പം മാക്സിമം നമ്മളെ വീഡിയോകളെല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ആരും മടി കാണിക്കരുത്. നമ്മൾ റിസ്ക് എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓരോരോ സ്ഥലങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. അത് എത്ര റിസ്ക് എടുത്താലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ട് പോകും. ഓക്കെ, അപ്പം എന്നാൽ പുതിയൊരു വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.